അനാമികയെ തല്ലിയതിന്റെ ദേഷ്യത്തിന് നന്ദുവിനെ തല്ലാൻ കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണ് വേണു. അങ്ങനെ ഗുണ്ടകൾ നന്ദുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. മാറി നിൽക്കടാ എന്ന് നന്ദു പറയുന്ന നേരത്ത് നന്ദുവിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നീ വലിയ കരാട്ടയാണെന്നൊക്കെ കേട്ടിട്ട് ഇപ്പൊ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. പറഞ്ഞു കേട്ടപ്പോ ഞാൻ കരുതി നല്ല ഒത്തൊരുത്തിയായിരിക്കുമെന്ന്. ഇത് വെറും ഒരു പീക്കിരി. നിനക്കുണ്ടോ നാലാളെ തല്ലി വീഴ്ത്താൻ സാധിക്കാം? നീ ഇങ്ങി ഇറങ്ങി വാടി എന്ന് അയാൾ പറയുകയാണ്. നന്ദു ആണെങ്കിൽ വണ്ടി അവിടെ നിർത്തി ഒരൊറ്റ ചവിട്ടായിരിക്കും. ഇടിക്കാൻ വന്നവൻ ദാ കിടക്കുന്ന നിലത്ത്. അങ്ങനെ എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തുന്നുണ്ട് നന്ദു. എന്നാൽ വണ്ടിയിലിരിക്കുന്ന ആളിന് മനസ്സിലാവുന്നുണ്ട് ഇവൾ നമ്മൾ വിചാരിച്ച പോലെ ഒരുത്തിയല്ലെന്ന്. അങ്ങനെ അയാൾ പുറകിന്ന് വന്ന് നന്ദുവിന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. ആ ഒറ്റയടിക്ക് തന്നെ നന്ദു തല കറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എല്ലാവരും കൂടി വന്ന് നന്ദുവിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് കനകയും നയനയും ഗോവിന്ദനും കൂടി നിൽക്കുന്നതാണ്. നയനയും കനകയും കൂടി ഗോവിന്ദന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, നന്ദുവിനെ ഇതുവരെയും കാണുന്നില്ലല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫും ആണ്. എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ കനക ആകെ വിഷമം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു വെച്ചാ, ഫ്രണ്ട്സിനോടും വിളിച്ചു ചോദിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ലെന്നാ പറയുന്നത്. എന്താ ഇനി ചെയ്യുക? അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഓ മോള് വിഷമിക്കാതിരിക്കുക, അവൾ ഇനി വന്നോളൂ. എന്നാലും ഗോവിന്ദേട്ടാ, എനിക്ക് ആകെ പേടിയാവുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, മോൾ ഒന്നും കൂടി ഫോണിൽ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ നായനെ ഒന്നുകൂടി ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നന്ദുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛാ, ഇനി ആ അനാമികേനെ അടിച്ചതിന്റെ ദേഷ്യത്തിന് അവരുടെ അച്ഛനും അനാമികയും കൂടി എന്തെങ്കിലും നന്ദുവിനെ ഉപദ്രവിച്ച് കാണുമോ? അവര് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് കാണുമോ എന്നൊക്കെ ആകെ പരിഭ്രമം നയന പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഓ ഇല്ല മോളെ, അവരതൊക്കെ അപ്പം മറന്നു കാണും, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ നയന വീണ്ടും പറയുന്നുണ്ട്, അല്ല അച്ഛാ, അവരെ അച്ഛന് നന്നായി അറിയാവുന്നവരല്ലേ. എത്ര നാലാള് വന്നാലും നന്ദു ഇടിച്ചു വീഴ്ത്തുമെങ്കിലും പുറകിൽ നിന്ന് ഒരാൾ ആക്രമിച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ നൈനെ ആകെ പരിഭ്രമിക്കുമ്പോൾ കനകയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. എന്താ ചെയ്യുക, എൻ്റെ മോള് ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്നൊക്കെ ഇങ്ങനെ ആകെ വിഷമം പറയുമ്പോഴേക്കും നൈന പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കെ, നമുക്ക് കുറച്ചു നേരം കൂടി അന്വേഷിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആദർശേട്ടനെ വിളിച്ചൊന്ന് പറയുകയും ചെയ്യാം നന്ദുവിനെ തപ്പാൻ എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗുണ്ടകൾ കൊണ്ടുപോയി ഒരു റൂമില് നന്ദുവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവര് വേണുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. സാർ പറഞ്ഞതുപോലെ അവളെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്, ഇനി ഇവളെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ആ കിട്ടിയോ? അവളെന്റെ മോളെ തല്ലിയതാണ്. അവൾ ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും പാടില്ല. ഞാൻ പറയാം, അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. അതുവരെ ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വേണു ഫോൺ വെക്കുന്നുണ്ട്. ഇതേ സമയം അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുകയാണ്. അനാമികയുടെ മനസ്സിൽ ഓർക്കും തോറും നന്ദു അടിച്ച് ആ സംഭവം ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അനാമിക ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇതുവരെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ, മോളെ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ഇല്ലമ്മേ, എനിക്ക് ഭക്ഷണം ഒന്നും ഇറങ്ങിയില്ല, എനിക്ക് അവളെ തല്ലണം, എനിക്ക് അവളെ തിരിച്ച് തല്ലിയെങ്കിൽ മാത്രമേ എനിക്കിനി ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട്. വേണു ചിരിച്ചുകൊണ്ട് കയറി വരുമ്പോഴേക്കും അനാമികയ്ക്ക് ഇത് കണ്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഓ, അച്ഛനിനി സന്തോഷിക്കാലോ, നിങ്ങളുടെ സന്തോഷത്തിനൊക്കെ എന്താ കുഴപ്പം അല്ലേ? എനിക്കാണല്ലോ അടി കൊണ്ടത്, എൻ്റെ അഭിമാനമാണല്ലോ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോൾ മോള് പറഞ്ഞതുപോലെ മോളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അവളെ നന്ദുവിനെ പൊക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് മോള് പറഞ്ഞാൽ മതി. അവളെ കൊല്ലണോ എങ്കിൽ കൊല്ലാം, തല്ലണോ എങ്കിൽ തല്ലാം. അവളിനി ജീവിതത്തിൽ എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാക്കാൻ. എന്താ മോളെ, അവളെ അങ്ങ് കൊന്നേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ വേണുവേട്ട ഇത്, അവളെന്തെങ്കിലും ആ ദേഷ്യത്തിന് പറഞ്ഞെന്നും പറഞ്ഞ് കൊല്ലാനൊന്നും നിൽക്കണ്ട, പിന്നെ പോയി ജയിലിൽ കിടക്കേണ്ടി വരും.
ഓ അങ്ങനെയൊന്നും ജയിലിൽ പോയില്ലെന്നേ, 4 ആൾ അറിയാതെ ഇതൊക്കെ ഒതുക്കി തീർക്കാൻ ഈ വേണുവിനറിയാം. പിന്നെ മോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ലച്ച അമ്മ പറഞ്ഞതുപോലെ കൊല്ലാനൊന്നും നിൽക്കണ്ട, അവൾ ഇനി എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, അവൾ അത്രയ്ക്ക് അനുഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വീണ്ടും നയന ആദർശിനെ വിളിക്കുന്നുണ്ട്. ആ നയനെ, എന്താ എന്താ വിളിച്ചത്, എന്താ വിശേഷം? ആ ആദർശേട്ടാ, നന്ദു ഇതുവരെ വന്നിട്ടില്ല, വിളിച്ചിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ്. ഓ പേടിക്കണ്ടെന്നേ, അവൾ ഇങ്ങ് വന്നോളൂ. അല്ല ആദർശേട്ടാ, ഒരുപാട് നേരമായി ഇപ്പോ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുക. ആ പേടിക്കണ്ടേ നയന, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ് ഫോൺ വെക്കുന്ന സമയത്ത് അനിയും കൂടെ നിപ്പുണ്ടായിരുന്നു. എന്താ ആദർശേട്ടാ, ആരാ വിളിച്ച, ഏട്ടത്തിയാണോ? ആ അതെ. എന്താ വിളിച്ചത്? അത് നന്ദുവിനെ കാണാനില്ലെന്ന് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞതാ. ആ ആദർശേട്ടാ, എന്നാ ഞാനും കൂടി വരാം. വേണ്ട, നീ വരണ്ട എന്ന് ആദർശ് പറയുമ്പോൾ ആദർശേട്ടാ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനി നിർബന്ധപൂർവ്വം ആദർശിന്റെ ഒപ്പം കയറി പോകുന്നുണ്ട് കേട്ടോ. അവര് പോകുന്ന വഴിയിലെല്ലാം നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ വഴിയിലൊന്നും കാണുന്നില്ല. അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവര് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പോലീസുകാരും അന്വേഷിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ സമയം അനി ആദർശും വീണ്ടും തിരികെ വന്ന് തപ്പുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ തപ്പി വരുന്ന സമയത്ത് വഴിയിൽ ഒരു നന്ദുവിന്റെ ബൈക്ക് ഇരിക്കുന്നത് കാണുന്നുണ്ട് അവര്. അപ്പൊ ആളുകളോടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട്, അത് കുറെ നേരമായല്ലോ ഇവിടെ ഇരിക്കുന്നു, ആളെ ഒന്നും കണ്ടില്ല എന്നൊക്കെ അവര് പറയുകയാണ്. അതേസമയം വീണ്ടും അനി പറയുന്നുണ്ട്, ആദർശേട്ടാ ഇനി അനാമികയോ അച്ഛനും കൂടി എങ്ങാനും നന്ദുവിനെ വല്ല അപായപ്പെടുത്തുകയോ വല്ല ചെയ്തിട്ടുണ്ടാവുമോ? അങ്ങനെയൊന്നും കാണില്ല. എല്ലാം ആദർശേട്ടാ നന്ദു അടിച്ച ദേഷ്യത്തിന് അവരെ പകപോക്കാനായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണുമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അവര് അനാമികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് വേണു എവിടെയോ പോകുവാൻ ധൃതി വെച്ച് വണ്ടിയിലേക്ക് കയറുന്നത് കാണുന്നുണ്ട്. ഇതേ സമയം അവർ മാറി നിന്ന് വേണുവിന്റെ വാഹനത്തെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ പിന്തുടർന്ന് അവർ വേണുവിന്റെ വാഹനത്തിന്റെ പുറകെ ചെല്ലുന്ന സമയത്ത് വേണു എത്തിച്ചേരുന്നത് നന്ദുവിനെ കെട്ടിയിരിക്കുന്നിടത്താണ്. അപ്പോൾ വേണു ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ പൂട്ടുവടി, നീ എൻ്റെ മോളെ തല്ലാറായോ, നിനക്കിട്ടുള്ള പണി ഞാൻ തുടങ്ങിയിട്ടില്ലെന്നൊക്കെ വേണു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, കെട്ടിയിട്ടിട്ടാണോ എന്നെ അഴിച്ചു വിട്ടിട്ടൊന്ന് നോക്ക് എന്നൊക്കെ നന്ദുവും പറയുന്നുണ്ട്. അതേസമയം ആദർശും അനിയും കൂടി കെട്ടഴിക്കുന്ന സമയത്ത് ആദർശും അനിയും കൂടി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എടോ താൻ ഇങ്ങനെ ചെയ്തോ, തന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനിയും പറയുന്നുണ്ട്, തന്നെ ഞാൻ തല്ലി ശരിയാക്കിയാനെ, നിങ്ങൾ എൻ്റെ അമ്മായിയപ്പനായി പോയി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ.